പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കളക്ടറേറ്റിന് മുന്നിലാണ്. അപ്പോൾ ഞാനും ഇന്നലെ വൈഫും പിള്ളേരും എല്ലാം കൂടെ ഞങ്ങൾ 2 സ്കൂട്ടറിലാണ് കോട്ടയം വരെ വന്നത്. അപ്പോൾ അത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കട്ടറിൻ്റെ അകത്ത് വീണ് ഒരു ഫാമിലി കട്ടറിൻ്റെ അകത്ത് ചാടിയിട്ട് അവർ കാലും കൈയും എല്ലാം ഒടിഞ്ഞ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒത്തിരി കുഴിക്കകത്ത് ചാടി. അപ്പോൾ ആ കുഴി അടച്ചിരിക്കുന്ന കാഴ്ചകളും അതുപോലെ കഴിഞ്ഞ ദിവസത്തെ കുഴി, അതുപോലെ കളക്ടറേറ്റിന് മുന്നിലുള്ള കുഴി എല്ലാം നിങ്ങൾക്കൊന്ന് കാണാം. ഞാനും വൈഫും കുട്ടികളും കൂടെ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കോട്ടയത്തിന് പോയത്. അപ്പം ഞങ്ങൾ 2 ബൈക്കിലാണ് പോയത്. 2 കളക്ടറേറ്റിൻ്റെ മുന്നിലത്തെ ആദ്യത്തെ കുഴിയാണ് കണ്ടോ. വെള്ളം കിടന്നു കഴിഞ്ഞാൽ ഇത് അറിയത്തില്ല. അപ്പം അതുപോലെ തന്നെ 2 അടുത്ത കുഴിയാണ്. അതുപോലെ നിരവധി കുഴികളാണ് റോഡിൽ. അപ്പം ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാമല്ലോ, ഇത് കണ്ടത് ഈ കളക്ടറേറ്റിന് തൊട്ട് മുൻപിൽ MS ആൻഡേഴ്സ് പമ്പിൻ്റെ മുന്നിലെ കുഴിയാണ്. ഇവിടെ മുഴുവൻ ഇത് കണ്ടു. ഇതിൻ്റെ അകത്ത് ചാടാതെ പോകത്തില്ല ആൾക്കാർ, അത്രയ്ക്ക് മോശമായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ മുന്നോട്ട് പോകുമ്പോഴെല്ലാം ഉണ്ടോ, ഇവിടെ എല്ലാം വഴിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ റെയിൽവേയുടെ ഇവിടെ റെയിൽവേയുടെ പാലം എവിടെ പണിതിട്ടുണ്ടോ അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, ഇപ്പോൾ റോഡിൽ വെച്ചിരിക്കുന്ന സംഭവം കണ്ടോ. ഇതാണ് ഇവിടുത്തെ മുന്നറിയിപ്പായിട്ട് വെക്കുന്നത്. ആരെങ്കിലും അതിൻ്റെ അകത്ത് കുഴി വീണ് തല പോയാൽ പോലും ഇവർ എന്നും കൈ കഴുകും. പോയവർക്ക് പോയി, വീട്ടുകാർക്ക് പോയി, എത്രയേ ഉള്ളൂ. നമ്മുടെ റോഡിൽ എന്തുമാത്രം ജീവനുകളാണ് റോഡിൽ പൊലിയുന്നത്. അവരുടെ കുടുംബത്തിന് പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. കണ്ടത് ഇവിടെ വെള്ളക്കെട്ടെന്ന് പറയുന്ന ഈ റെയിൽവേയുടെ ഈ പാലത്തിൻ്റെ അവിടെ അവർ പാലം പണിതിരിക്കുമ്പോൾ മിക്കയിടത്തും അങ്ങനെ. ഇത് കണ്ടോ, അടുത്ത കുഴി കണ്ടോ. ഇതിൻ്റെ അകത്ത് ചാടിക്കഴിഞ്ഞാൽ 2 വീലർ ചാടിക്കഴിഞ്ഞാൽ അന്നേരം തെറിച്ച് പോകത്തുള്ളൂ. ഇവിടെ വെള്ളം ഒഴുകിപ്പോകാൻ യാതൊരു സംവിധാനമില്ല. മഴ പെയ്താൽ മുഴുവൻ ഈ പാലത്തിൻ്റെ അവിടെ വെള്ളക്കെട്ടാണ്. അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കണ്ടോ, അടുത്ത കുഴി കണ്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ചെറിയ 2 വീലർ ചാടി അന്നേരം തന്നെ വണ്ടി കയ്യിൽ നിന്ന് പാളിപ്പോവും. എന്തുമാത്രം പേരെന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, 2 വീലറിൽ നിന്ന് വീണ് കയ്യും കാലും ഒടിഞ്ഞത്. ആരോടാ പറയുന്നത്? ഇത് നമ്മുടെ കഞ്ഞിക്കുഴി ജംഗ്ഷനിലോട്ട് വരുമ്പോഴത്തേന് കണ്ടോ, അവിടുത്തെ കുഴിയാണ് കണ്ടോ. ട്രാഫിക് പോലീസുകാരൻ നിൽക്കുന്നതിനടുത്താണ്. ഇത് മാങ്ങാനത്ത് SNDP അവിടുത്തെ കുഴിയാണ്. അപ്പോൾ ഞാൻ ആ കുഴിയെല്ലാം കണ്ടു. പിറ്റേ ദിവസം വന്നപ്പോഴത്തേന് അവിടെ എല്ലാം കുഴിയെല്ലാം ഉണ്ടോ, ചെറുതായിട്ട് മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കുഴിയെല്ലാം. അത് ഇപ്പോഴത്തെ പുതിയൊരു സംവിധാനമുണ്ട്. കുറച്ച് ഈ ബംഗാളികൾ പണിയുന്നെന്ന് പറഞ്ഞ പോലെ കുറച്ച് എംസാൻഡ് കൊണ്ടതിൽ ആ കുഴിയിലോട്ട് ഇട്ടിട്ട് ചുമ്മാ ഒന്ന് തൂത്ത് വിട്ടിട്ട് പോകും. ഇത് കണ്ടോ, ഇതൊരു കുഴി അടച്ചിരിക്കുന്നതാണ്. ഈ കുഴി അടച്ചിരിക്കുന്ന അതിൽ ബൈക്ക് ചാടിക്കഴിഞ്ഞാൽ ബൈക്ക് തെറിച്ച് പോകും. അതെങ്ങനെയാണെന്ന് പോലും ഒരു ലെവലും ഇല്ല. ചുമ്മാ ഈ ബംഗാളികൾ പിന്നെ എന്തെങ്കിലും പണിത് കഴിഞ്ഞാൽ വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ ഇത് കണ്ടോ, ഒരു കുഴിക്കകത്തോട്ട് കുറച്ച് ഇതുകൊണ്ട് ഇടും. 2 ദിവസം വണ്ടി ചാടി കഴിയുമ്പോഴത്തേന് വീണ്ടും പഴയ പടിയാവും. അപ്പം നമ്മുടെയൊക്കെ റോഡിലൊക്കെ പണ്ട് കാലത്ത് നമ്മൾ കണ്ടുവരുന്നിട്ടുണ്ടായിരുന്നു ഈ കുഴികളൊക്കെ നല്ല രീതിയിൽ അടച്ച് നമ്മുടെ റോഡ് റോളർ അത് കയറ്റി ഉറപ്പിച്ചാണ് വഴിയെല്ലാം നന്നായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപാട് ടാറ് കോട്ടയം ജില്ലയിൽ എടുക്കാനില്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞാൽ ഓർത്തെങ്കിൽ ഇത് മുഴുവൻ സിമെൻ്റ് ഇട്ടിരിക്കുന്നത്. സിമെൻ്റ് എന്ന് പറഞ്ഞാൽ പേരിന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെയൊക്കെ പേര് പൈസ പിടുങ്ങാൻ വേണ്ടി മാത്രം കുറേ ഉദ്യോഗസ്ഥർ. എന്തുമാത്രം പേരാണ് ഈ കുഴിക്കകത്ത് വീഴുന്നത്. ഇപ്പോഴത്തെ പുതിയ സംവിധാനമാണ്, പുതിയ ടെക്നോളജിയാണ്. ഇതുപോലെ ഇങ്ങനെ വഴി മുഴുവന് എംസാൻഡ് കൊണ്ട് ചുമ്മാ തേക്കുക.